ഫാബ്രിക്കേറ്റ് ചെയ്യുമോ എന്നുള്ളതാണ്. 100% ആ ഫാബ്രിക്കേറ്റ് ചെയ്യുന്നത് ഇയാൾ മാത്രമല്ല, ആവലാതിക്കാരിയെ ഭീഷണിപ്പെടുത്തുകയും ആവലാതിക്കാരിയെ മോശമായി ചിത്രീകരിക്കുകയും ചെയ്യുന്ന ഒരു സൈബർ കൂട്ടത്തെയാണ് വളർത്തിയിരിക്കുന്നത്. നിർഭാഗ്യവശാൽ അത് സൈബർ കൂട്ടം മാത്രമല്ല, പകരം പാർട്ടിയുടെ മുഖപത്രം പോലും ഇന്ന് ആ പണി ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും നിർഭാഗ്യകരമായ കാര്യം. അതാണ് വി ഡി സതീശൻ തിരുത്തിയത്. ശരിക്കും പറഞ്ഞാൽ വി ഡി സതീശൻ്റെ നിലപാടിനെ അപ്രീഷിയേറ്റ് ചെയ്യണം. ഈ ഘട്ടത്തിൽ രമേശ് ചെന്നിത്തലയും ഈ വിഷയത്തിൽ അപ്രീഷിയേറ്റ് ചെയ്യണം. എത്ര ഓൺലൈൻ മീഡിയകളിലാണെന്ന് അറിയാമോ വി ഡി സതീശനെയും രമേശ് ചെന്നിത്തലയും കുറിച്ച് വളരെ മോശമായ രീതിയിലുള്ള പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നത്. കെ മുരളീധരനെയും കുറിച്ച് മോശമായ രീതിയിൽ ഇവരെയൊക്കെ എടുത്ത് പുറത്ത് കളയണമെന്നാണ് പറയുന്നത്. ആരാ പറയുന്നതെന്ന് അറിയാമോ? ഒരു തരത്തിലും ജനസമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കാതെ ഇന്നലെകളിൽ വന്നിരിക്കുന്ന ചില ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ, അതും കോൺഗ്രസിൽ തന്നെയുള്ള ആളുകളുമല്ല. അതാണ് തമാശ. യു ഡി എഫിനോടൊപ്പം നിൽക്കുന്ന മറ്റു രാജ്യങ്ങളിലുള്ള ചില മനുഷ്യർ പോലും വന്ന് ഈ പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി കളിക്കുകയാണ്. ഇത് ആരുടെ പ്രസ്ഥാനമാണ്? ഇത് ഇവിടുത്തെ ജനങ്ങളുടെ പ്രസ്ഥാനമല്ലേ കോൺഗ്രസ്? അതിലെ നേതാക്കന്മാരെ ഈ രീതിയിൽ അപമാനിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അപ്പോൾ ഒറ്റ ചോദ്യമേ ഉള്ളൂ. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ആ ക്രിമിനൽ സംഘത്തിന് അതിനുള്ള ശേഷിയെല്ലാം ഉണ്ട്. അവിടെയാണ് സന്ദീപ് വാര്യരുടെ, നേരത്തെ സുജയും ജിമ്മിയും ഒക്കെ ചൂണ്ടിക്കാണിച്ച, സ്മൃതിയും ഒക്കെ ചൂണ്ടിക്കാണിച്ച സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നത്. സന്ദീപ് വാര്യരെ കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് മാത്രമല്ലേ പ്രേക്ഷകർക്ക് അറിയുള്ളൂ. പക്ഷേ അതിനു മുമ്പ് ബി ജെ പിയുടെ സ്പോക്ക് പേഴ്സൺ ആയിരുന്ന കാലത്ത് സന്ദീപ് വാര്യർ എഴുതിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ ഒന്നുകൂടി ഒന്ന് ഓർമ്മിപ്പിക്കാം. അയാൾ ആ മാനസികാവസ്ഥയിൽ നിന്നൊരല്പം പോലും വളർന്നിട്ടില്ല എന്നതിൻ്റെ സൂചനയാണ്. പാകിസ്ഥാനിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന കാശ്മീരികളെ കൂട്ടക്കൊല ചെയ്ത് കുഴിച്ചു മൂടുക എന്നത് മാത്രമാണ് ഏക പോംവഴി. ഒരു 3000-ഓ 4000-ഓ എണ്ണത്തിലെ കഴുത്തിൽ ടയർ ഇട്ട് കത്തിച്ചു കൊല്ലണം. ബാക്കിയുള്ളവർ തന്നെ ഒതുങ്ങി മര്യാദക്കാരാവും. അനുഭവം ഗുരു.